Remark 7.29. We observe that in general some derivatives, in fact most of them of the solution 7.68 are in singular at the origin, the sectors vertex. We cannot require the solution to be as smooth there as we wish. This singularity has important physical significance. The Laplace equation in a sector is used to model cracks in the theory of elasticity. The singularity we observe indicates a concentration of large stresses at the vertex. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 7.68 പറയുമ്പോൾ W of R theta equal to sigma n equal to 1 to infinity alpha n sin n pi theta by gamma r raised to n pi by gamma. അതിൻ്റെ സൊല്യൂഷനിൽ ചില ഡെറിവേറ്റീവ്സ് അതിൽ മിക്കതും ഒറിജിനലിൽ സിംഗുലാറാണ്. നമുക്കവിടെ സൊല്യൂഷൻ സ്മൂത്ത് ആയിരിക്കണം എന്നില്ല. അങ്ങനെ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ മോഡൽ ക്രാക്സ് ആണ് ഒരു സെക്ടറിലെ ലാപ്ലേസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സിംഗുലാരിറ്റി വെർട്ടെക്സിലെ കോൺസെൻട്രേഷൻ ഓഫ് ലാർജ് സ്ട്രെസ്സസിനെ സൂചിപ്പിക്കുന്നു. We end this section by demonstrating the separation of variables method for the Poisson equation in a disk with Dirichlet boundary conditions. Dirichlet boundary conditions ഉള്ള ഒരു ഡിസ്കിൽ പോയ്സൺ ഇക്വേഷൻ ആയ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുന്ന രീതി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. The problem is thus to find a function w of r theta satisfying delta w equal to f of r theta 0 less than r less than a 0 less than or equal to theta less than or equal to 2 pi together with the boundary condition w of a theta equal to g of theta. പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ w of r theta കണ്ടെത്തുക. ഡെൽറ്റ w ഇക്വൽ ടു എഫ് ഓഫ് ആർ തീറ്റ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ എ 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 പൈ അതിൻ്റെ കൂടെ ബൗണ്ടറി കണ്ടീഷൻ w ഓഫ് എ തീറ്റ ഇക്വൽ ടു ജി ഓഫ് തീറ്റ എന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. Light of the general technique we developed in chapter 6 to solve non-homogeneous equations, we seek a solution in the form w of r theta equal to f naught of r by 2 plus sigma n equal to 1 to infinity fn of r cos n theta plus gn of r sin n theta. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് 6th ചാപ്റ്ററിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. w ഓഫ് ആർ തീറ്റ ഈക്വൽ ടു എഫ് നോട്ട് ഓഫ് ആർ ഡിവൈഡ് ബൈ 2 സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി fn ഓഫ് ആർ കോസ് n തീറ്റ പ്ലസ് gn ഓഫ് ആർ സൈൻ n തീറ്റ. സിമിലർലി എഫിനെ ഫൊറിയർ സീരീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ കിട്ടും എഫ് ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ നോട്ട് ഓഫ് ആർ ബൈ 2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി fn ഓഫ് ആർ കോസ് n തീറ്റ പ്ലസ് gn ഓഫ് ആർ സൈൻ n തീറ്റ. ഈ രണ്ട് ഫൊറിയർ സീരീസ് പോയ്സൺ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. എഫ് എൻ ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ ആർ എഫ് എൻ ഡാഷ് മൈനസ് എൻ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എഫ് എൻ ഈക്വൽ ടു ഡെൽറ്റ എൻ ഓഫ് ആർ എൻ ഈക്വൽ ടു 0 1 എക്സെട്ര. ജി എൻ ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ ആർ ജി എൻ ഡാഷ് മൈനസ് എൻ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ജി എൻ ഈക്വൽ ടു ഇ എൻ ഓഫ് ആർ എൻ ഈക്വൽ ടു 1 2 എക്സെട്ര. അതിനെ 7.70യും 7.71 ആയിട്ട് ഇക്വേഷനായിട്ട് നെയിം ചെയ്യും. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാം. എഫ് എൻ ഓഫ് ആർ ഈക്വൽ ടു എ എൻ ആർ റേസ് ടു എൻ പ്ലസ് എഫ് എൻ ടിൽറ്റ ഓഫ് ആർ ജി എൻ ഓഫ് ആർ ഈക്വൽ ടു ബി എൻ ആർ റേസ് ടു എൻ ഈക്വൽ ടു ജി എൻ ടിൽറ്റ ഓഫ് ആർ. Where fn tilde and gn tilde are particular solutions of the appropriate non-homogeneous equations. In fact, it is shown in exercise 7.18 that the solution of 7.70 minus 7.71 that satisfy the homogeneous boundary equations fn tilde of a equal to gn tilde of a equal to 0 and that are bounded at the origin. എഫ് എൻ ടിൽറ്റയും ജി എൻ ടിൽഡ എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻസ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. എക്സസൈസ് 7.18 നമ്മൾ സൊല്യൂഷൻസ് എഫ് എൻ ഓഫ് ടിൽറ്റ ഈക്വൽ ടു ജി എൻ ഓഫ് ടിൽറ്റ ഈക്വൽ ടു 0 പിന്നെ അതുപോലെ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് ഒറിജിനൽ ബൗണ്ടഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് എൻ ടിൽറ്റ ഓഫ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ആർ കെ 1 ഓഫ് എൻ ഓഫ് ആർ എ റോ ഡെൽറ്റ എൻ ഓഫ് റോ ഡി റോ പ്ലസ് ഇൻ്റഗ്രൽ ആർ ടു എ കെ 2 ഓഫ് എൻ ഓഫ് ആർ എ റോ ഡെൽറ്റ എൻ ഓഫ് റോ ഡി റോ അതിന് 7.72 എന്ന് കൊടുക്കുക. അതുപോലെ ജി എൻ ടിൽറ്റ ഓഫ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ആർ കെ 1 ഓഫ് എൻ ഓഫ് ആർ എ റോ ഇ എൻ ഓഫ് റോ ഡി റോ പ്ലസ് ഇൻ്റഗ്രൽ ആർ ടു എ കെ 2 ഓഫ് എൻ ഓഫ് ആർ എ റോ ഇ എൻ ഓഫ് റോ ഡി റോ അതിന് 7.73 എന്ന് കൊടുക്കാം.
അതിൽ K1 എന്ന് പറയുന്നത് log r/a, അതുപോലെ K2 ആണ് log rho/a. അതിന് 7.74 എന്ന് കൊടുക്കുക. K1 എന്ന് പറയുന്നത് 1/2n into r/a all raised to n minus a/r all raised to n into rho/a raised to n. K2 എന്ന് പറയുന്നത് 1/2n into rho/a all raised to n minus a/rho all raised to n into r/a all raised to n for n greater than or equal to 1. അതിന് 7.75 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. W of r theta equal to a0 plus f0 tilde of r/2 plus sigma n equal to 1 to infinity an r raised to n plus fn tilde of r into cos n theta plus bn r raised to n plus gn tilde of r sin n theta. അതിന് 7.76 എന്ന് കൊടുക്കാം. പിന്നെ കോഎഫിഷ്യൻസ് എ എൻ ബി എൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ ബൗണ്ടറി കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ W of a theta equal to a0 plus f0 tilde of a/2 plus sigma n equal to 1 to infinity an a raised to n plus fn tilde of a cos n theta plus bn an plus gn tilde of a sin n theta equal to alpha naught by 2 plus sigma n equal to 1 to infinity alpha n cos n theta plus beta n sin n theta equal to g of theta. അപ്പോൾ കിട്ടിയ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എ എൻ ഈക്വൽ ടു ആൽഫ എൻ മൈനസ് 2fn tilde ഓഫ് എ ഡിവൈഡഡ് ബൈ എ എൻ ഈക്വൽ ടു ആൽഫ എൻ ബൈ എ എൻ ഈക്വൽ ടു 0 1 എക്സെട്ര. ബി എൻ ഈക്വൽ ടു ബീറ്റ എൻ മൈനസ് ജി എൻ tilde ഓഫ് എ ബൈ എ എൻ ഈക്വൽ ടു ബീറ്റ എൻ ബൈ എ എൻ ഈക്വൽ ടു 1 2 എക്സെട്ര. Example 7.30. Solve the Poisson equation delta W equal to 8r cos theta 0 less than or equal to r less than 1, 0 less than or equal to theta less than or equal to 2 pi subject to the boundary conditions W of 1 theta equal to cos square theta. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. എഫ് എൻ tilde ഓഫ് ആർ ഈക്വൽ ടു ആർ ക്യൂബ് വേർ എൻ ഈക്വൽ ടു 1 0 എൻ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് ജി എൻ ഓഫ് tilde ഓഫ് ആർ ഈക്വൽ ടു 0 ഫോർ എവരി എൻ. അങ്ങനെയാണ് നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. W of r theta equal to a0/2 plus a1r plus r cube into cos theta plus b1r sin theta plus sigma n equal to 2 to infinity an r raised to n cos n theta plus bn r raised to n sin n theta. ബൗണ്ടറി കണ്ടീഷൻ്റെ എക്സ്പാൻഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ cos square theta equal to 1/2 1 plus cos 2 theta എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് a0 ഈക്വൽ ടു 1 a1 ഈക്വൽ ടു -1 a2 ഈക്വൽ ടു 1/2 കിട്ടും. അതുപോലെ bn ഈക്വൽ ടു 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? W of r theta ഈക്വൽ ടു 1/2 പ്ലസ് r ക്യൂബ് -1 cos theta പ്ലസ് r² by 2 cos 2 theta.